7 ഡേയ്സ് മലേഷ്യൻ ട്രിപ്പിലെ മൂന്നാമത്തെ ദിവസത്തെക്കുറിച്ച് പറയാം. രാവിലെ തന്നെ ജെൻഡിങ് ഹാലൻഡിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ കോലാലംപൂർ സെൻട്രലിലെത്തിയിരിക്കുകയാണ്. അവിടെ നിന്ന് മക്ഡൊണാൾഡ്സിൽ കയറി ഒരു ബർഗർ കഴിച്ചു. ഇവിടെ നിന്നാണ് നമുക്ക് ജെൻഡിങ് ഹാലൻഡിലേക്കുള്ള ബസ് ഉള്ളത്. ബസ് ഏതാണ്ട് 1 മണിക്കൂറോളമുണ്ട് ജെൻഡിങ് ഹാലൻഡിലെത്താൻ. ബസ് ടിക്കറ്റ് ഇന്നലെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ബസ്സിൽ കയറിയ ഉടനെ മഴ പെയ്യാൻ തുടങ്ങി. മലേഷ്യയിൽ ദിവസവും കുറച്ച് നേരം ഇങ്ങനെ മഴ പെയ്യും. മലേഷ്യയിലെ ബസ് യാത്ര ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനാണ് നമ്മൾ ബസ് സെലക്ട് ചെയ്തത്. ജെൻഡിങ് ഹാലൻഡിലേക്കുള്ള യാത്ര കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് പോകുന്നത് പോലെ താമരശ്ശേരി ചുരം കയറുന്നത് പോലെയുള്ള ഒരു റോഡാണ്. അത്യാവശ്യം ചുരം തന്നെയാണ്. 1 മണിക്കൂറോളം യാത്രയുണ്ടെങ്കിലും പക്ഷേ ക്ഷീണമൊന്നും തോന്നിയിട്ടില്ല. അങ്ങനെ നമ്മുടെ ബസ് അവാന സ്കൈവേ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ കേബിൾ കാറിലാണ് ജെൻഡിങ് ഹാലൻഡിലേക്ക് പോകുന്നത്. കേബിൾ കാറിൻ്റെ ടിക്കറ്റ് നമ്മൾ നേരത്തെ ട്രാവലോഗ ആപ്പ് ഉപയോഗിച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയ ക്യൂ നിൽക്കണ്ട എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ കേബിൾ കാറിലേക്ക് കയറുന്ന സ്ഥലത്തെത്തിയപ്പോഴാണ് ഞെട്ടിയത്. ഇവിടെ വൻ ക്യൂ ആണ്. ടിക്കറ്റിൻ്റെ ക്യൂ വേറെ ഉണ്ട്. പക്ഷേ ടിക്കറ്റ് നമ്മൾ നേരത്തെ എടുത്തു വെച്ചതുകൊണ്ട് അവിടെ ക്യൂ നിൽക്കേണ്ടി വന്നില്ല. പക്ഷേ കേബിൾ കാറിലേക്ക് കയറാനുള്ള ക്യൂ ഒരു 1.5 ക്യൂ ആയിപ്പോയി. എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള പാസഞ്ചേഴ്സും ഉണ്ട്. കേബിൾ കാർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. ചെറിയ സെക്കൻഡ് മാത്രമേ ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്യുള്ളൂ. ആ സെക്കൻഡിൽ നമ്മൾ കേബിൾ കാറിലേക്ക് കയറണം. നമ്മൾ ഒരു ഫാമിലി ഗ്രൂപ്പായി പോകുന്നത് കൊണ്ട് പെട്ടെന്ന് കയറണം, കേബിൾ കാർ എടുത്ത് പോകുന്നതിന് മുന്നേ. അങ്ങനെ ഞങ്ങൾ കേബിൾ കാറിലേക്ക് കയറി. കേബിൾ കാർ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ജെൻഡിങ് ഹാലൻഡിലേക്കുള്ള വഴിയിൽ മലമുകളിൽ ഒരു സ്റ്റോപ്പുണ്ട്. ആ സ്റ്റോപ്പിൽ ഒരു അമ്പലമുണ്ട്. അതിമനോഹരമായ ഒരു അമ്പലമാണ്. ഞങ്ങൾ അവിടെ ഇറങ്ങി കുറച്ച് നേരം അവരുടെ വണ്ടിയിൽ കയറി വേണം അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരുടെ വണ്ടി വന്നു, അതിൽ കയറി ക്ഷേത്രത്തിലേക്ക് പോയി. ഇതൊരു ചൈനീസ് ടെമ്പിളാണ്. ചിൻസിയു കേവ് ടെമ്പിൾ. ഇവിടെ ഒരുപാട് ഫോട്ടോ പോയിന്റുകളുണ്ട്. ഫോട്ടോസ് എടുക്കാൻ, റീൽസ് എടുക്കാൻ അതിമനോഹരമായൊരു സ്ഥലമാണ്. കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അന്ന് നല്ല കോടയുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തണുപ്പുമുണ്ട്. തണുപ്പ് പ്രശ്നമുള്ളവർക്ക് ജാക്കറ്റോ സ്വെറ്ററോ ഇട്ട് വരുന്നതായിരിക്കും നല്ലത്. അങ്ങനെ നമ്മൾ മലമുകളിലെ ടെമ്പിൾ വിസിറ്റിന് ശേഷം വീണ്ടും കേബിൾ കാറിലേക്ക് കയറി. ഞങ്ങൾ 6 പേർക്ക് വിശാലമായിരിക്കാനുള്ള സ്പേസ് ഉണ്ട് ഒരു കേബിൾ കാറിൽ. നല്ല കോടയുണ്ടായിരുന്നത് കൊണ്ട് പുറത്തേക്കുള്ള വ്യൂ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും അടിപൊളി വ്യൂ ആണ്.
ചൈനീസ് ടെമ്പിൾ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റോപ്പ് ജെൻറ്റിങ് ഹാലൻഡിലെ ഇൻഡോർ തീം പാർക്ക്, കാസിനോ ഒക്കെ ഉൾപ്പെടുന്ന ഏറ്റവും വലിയ ഒരു മാളാണ്. മാള് എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു സംഭവമാണ്. ഇവിടെ ഇല്ലാത്തതായിട്ടൊന്നുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു സംഭവം കിടക്കുന്നത് മലേഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു ഹില്ലി സ്റ്റേഷനിലാണ് എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് വേൾഡ് ഫേമസ് ഫസ്റ്റ് വേൾഡ് ഹോട്ടൽ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുറികളുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ ഹോട്ടലാണ്. ഏതാണ്ട് 7000-ലധികം മുറികളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഹോട്ടൽ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മായാ ലോകമാണ് ഇവിടം. ഇതിലൂടെ കുറേ നടന്നു കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയില്ല. കുറച്ചു നേരം നടന്ന് ക്ഷീണിച്ചപ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചപ്പോഴുണ്ട് ആ കടയിൽ നിന്നും ഫൈസുവിനെ അയാൾ എന്തോ കാണിച്ച് വിളിക്കുന്നു. I'm your neighbor. I'm your neighbor. Where? Pakistan. Very good. 1 minute for to make it hot. Okay. കുട്ടികൾക്കായി നിരവധി ഗെയിംസുകളാണ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ കുറച്ചധികം മലേഷ്യൻ റിങ്കറ്റ്സുകൾ പൊടിയും.
പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ജെൻഡിങ് ഹാലൻഡിൽ നിന്നും കോലാലംപൂറിലേക്കുള്ള റിട്ടേൺ ബസ് ടിക്കറ്റിൻ്റെ ടൈമാണ്. അത് കണക്കിലെടുത്ത് കുറച്ച് നേരത്തെ ഇവിടെ നിന്നും ഇറങ്ങണം. ഞങ്ങൾ വീണ്ടും തിരിച്ച് കേബിൾ കാറിൽ കയറി ബസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ ഇടയിലും ചിങ്സിയു ടെമ്പിളിൽ സ്റ്റോപ്പുണ്ട്, പക്ഷേ അവിടെ ഇറങ്ങിയില്ല. നേരെ ബസ് സ്റ്റേഷനിലേക്ക് പോയി, അവാന ബസ് സ്റ്റേഷനിലേക്ക് പോയി. ബസ് സ്റ്റേഷനിൽ നിന്നും ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ബസ് വരുന്നത് വരെ കുറച്ച് സമയമുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള ഒരു മാർക്കറ്റിലേക്ക് പോയി. സ്വീറ്റ് മാർക്കറ്റാണ്, ഇഷ്ടംപോലെ സ്വീറ്റ്സ് ഉണ്ട്. കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു. ബസ്സിൻ്റെ ടൈമായപ്പോൾ ഞങ്ങൾ കോലാലംപൂറിലേക്ക് തിരിച്ചു പോയി. അതിനുശേഷം കോലാലംപൂർ സെൻട്രലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ലിറ്റിൽ ഇന്ത്യ. മലേഷ്യയിലെ ഇന്ത്യക്കാർക്ക് വേണ്ടിയുള്ള സ്ഥലമാണ്. ഇന്ത്യക്കാരുടെ ഷോപ്പുകളാണ് കൂടുതൽ, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ ഫുഡ്. അടിപൊളിയാണല്ലോ. പ്രസൻറ്റേഷൻ പോലെ തന്നെ അടിപൊളിയായിരുന്നു. ഫുഡും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മലേഷ്യയിൽ വരുന്നവർക്ക് ലിറ്റിൽ ഇന്ത്യയിലെ ഈ ഹോട്ടൽ സജസ്റ്റ് ചെയ്യാം. ലിറ്റിൽ ഇന്ത്യയിൽ നിന്നും തിരിച്ച് റൂമിലേക്ക് പോകാൻ ഗ്രാബ് പിടിച്ചില്ല. മലേഷ്യയിലെ മെട്രോ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ച് വീണ്ടും KL സെൻട്രലിലേക്ക് തന്നെ പോയി. KL സെൻട്രൽ ടു ചൗക്കിറ്റിലാണ് നമ്മുടെ റൂം Airbnb ഉള്ളത്. അവിടത്തേക്കുള്ള മെട്രോയുടെ ടിക്കറ്റ് എടുത്തു. റൂമിലെത്തി ഡ്രസ് ചേഞ്ച് ചെയ്ത് നേരെ പോയത് പൂളിലേക്കാണ്. റിഗാലിയ സൂട്ട്സിലാണ് ഞങ്ങളുടെ Airbnb. ഇതിവിടുത്തെ രണ്ടാമത്തെ പൂളാണ്. ഇന്നലെ പോയത് നമ്മൾ ഇൻഫിനിറ്റി പൂളിലായിരുന്നു. ഈ കുട്ടി വന്ന് ഫൈസിനോട് എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷേ ഫൈസി മൈൻഡ് ചെയ്യുന്നില്ല.
3 ദിവസത്തിന് ശേഷം നാളെ രാവിലെ ഇവിടെ നിന്നും നമ്മൾ ചെക്കൗട്ട് ചെയ്യുകയാണ്. നാളത്തെ നമ്മുടെ സ്റ്റേ ബെർജായ ഹിൽസിലെ ഒരു റിസോർട്ടിലാണ്.